EPFOയിൽ പുതിയ മാറ്റങ്ങൾ. ഇനി PF അക്കൗണ്ടിൽ നിന്ന് 100% തുകയും പിൻവലിക്കാം. എന്താണ് ഈ തീരുമാനം? ആർക്കാണ് ഇത് പ്രയോജനം ചെയ്യുന്നത്? ഇതിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകം തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പുതുതായി വന്ന മാറ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ എന്താണ് PF എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാം. PF എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രൊവിഡന്റ് ഫണ്ട്. ഇത് സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം PF അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഭാവിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര ആവശ്യങ്ങൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും അത്യാവശ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പണം ആവശ്യം വരുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു തുക പിൻവലിക്കാവുന്നതാണ്. ഓരോ മാസവും നമ്മളുടെ സാലറിയിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയുമായി ചേർന്നാണ് ഈ ഒരു ഫണ്ടിലേക്ക് നമ്മളുടെ തുക എത്തുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ടേം ആയി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ PFൽ നിന്ന് ഒരു വലിയ തുക തന്നെ നമുക്ക് നേടാൻ സാധിക്കും. ഇതാണ് PF എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു തൊഴിലാളിയാണെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിൽ PF എമൗണ്ട് നേടാൻ സാധിക്കും. നമ്മൾ ഇനി പുതിയ നിയമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു പഴയ നിയമം എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോഴാണ് നമുക്ക് പുതിയതായി വന്ന മാറ്റത്തിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പഴയ നിയമം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് വിശകലനം ചെയ്യാം. പുതിയ നിയമം വരുന്നതിന് മുമ്പേ വരെ നമ്മൾ PF എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതിന് പല കുരുക്കുകളും ഉണ്ടായിരുന്നു. നമുക്ക് മുഴുവൻ തുകയും വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ ടോട്ടൽ PF എമൗണ്ടിന്റെ 75% മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. ബാക്കി 25% വിരമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഭാഗികമായി പിൻവലിക്കാൻ സാധിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ലഭിച്ചിരുന്നത്. അതിനൊരു ഉദാഹരണമാണ് വിദ്യാഭ്യാസം, വീട് നിർമ്മിക്കൽ എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമായിരുന്നു നമ്മളുടെ ആ ഒരു തുകയിൽ നിന്ന് ഭാഗികമായി നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിച്ചിരുന്നത്. അപ്പോൾ പഴയ നിയമപ്രകാരം നമ്മൾ ഈ ഒരു നമ്മളുടെ PF തുക വിഡ്രോ ചെയ്യണമെങ്കിൽ പല കുരുക്കുകളും അല്ലെങ്കിൽ വ്യക്തമായ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യ സമയത്ത് നമ്മളുടെ ആ ഒരു തുക നമുക്ക് പിൻവലിക്കാൻ സാധിക്കില്ല. അതൊരു ഡീമെറിറ്റ് ആയിട്ടാണ് നിലനിന്നുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായ ഒരു അടിയന്തര സാഹചര്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു തുക പിൻവലിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പുതിയ തീരുമാനത്തിലൂടെ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ PF അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ വന്ന പുതിയ മാറ്റങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. PF അക്കൗണ്ടും പ്രൊവിഡന്റ് ഫണ്ടും നമ്മളുടെ റിട്ടയർമെന്റ് കാലത്ത് നമ്മൾ സേഫായി ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴേ സേവ് ചെയ്ത് വെക്കുന്നത്. ഇൻ കേസ് നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ കുടുംബത്തിന് എന്താകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ്. പ്രതിമാസം വെറും 578 രൂപ നൽകുകയാണെങ്കിൽ 1 കോടി രൂപയുടെ ലൈഫ് കവർ നേടാൻ സാധിക്കും. നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. നിങ്ങളൊരു ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ 15% ആദ്യ വർഷ ഡിസ്കൗണ്ടും കൂടാതെ 15% ലൈഫ് ടൈം ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടീഡ് ആണ്. 99.7% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന റേഷ്യോയിൽ ഒന്നാണ്. ഈ ഒരു പ്ലാനിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റ് ആണ്. ഈ ഒരു പ്ലാനിൽ സ്മാർട്ട് കവർ എന്നൊരു പ്രത്യേക ഫീച്ചറും ഉണ്ട്. ഈ ഒരു ഇൻഷുറൻസിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 30 വർഷമാണ്. ആദ്യ 15 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിന് 180% ആ ഒരു തുക ലഭിക്കുന്നു. അതിനുശേഷമാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ 100% തുകയും നമ്മളുടെ കുടുംബത്തിന് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ഒരു
ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ മാറ്റമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് PF അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന മാറ്റമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു മാറ്റമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് നോർമലി ഭാഗികമായി പിൻവലിക്കണമെങ്കിലും കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭാഗികമായി പിൻവലിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ലളിതമാക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാരണങ്ങൾക്ക് നമുക്ക് കൂടുതൽ തവണ പണം പിൻവലിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ പണം പിൻവലിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കാരണം കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിന്റെ 25% തുക നിങ്ങളുടെ അക്കൗണ്ടിൽ വെക്കേണ്ടതുണ്ട്. കുറഞ്ഞത് 12 മാസത്തെ, അതായത് 1 വർഷം സേവനം ചെയ്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പുതിയ നിയമത്തിലൂടെ ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ് ലഭിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചാണ്. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ജോലി ഉപേക്ഷിച്ചവർക്കും അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതുമല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങൾക്കായി പണം അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾക്കായി പണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ഇത് വളരെയേറെ ബെനിഫിറ്റ്സ് ആണ് നൽകുന്നത്. ഈ ഒരു നിയമത്തിലൂടെ നിങ്ങളുടെ പണത്തിന് നിങ്ങൾക്ക് കൂടുതൽ അവകാശവും കൂടുതൽ സ്വാതന്ത്ര്യവും നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് EPFOയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലേക്കോ പോവുക. നിങ്ങളുടെ UN നമ്പർ, അതായത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഓൺലൈൻ സർവീസ് വിഭാഗത്തിൽ ക്ലെയിം അല്ലെങ്കിൽ വിഡ്രോവൽ എന്ന ഭാഗം തിരഞ്ഞെടുക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് 100% വിഡ്രോവൽ എന്നൊരു പാർട്ടും കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. പാൻ, ആധാർ, ബാങ്ക് വിവരങ്ങൾ എന്നിങ്ങനെ ഡീറ്റെയിൽസ് നൽകുക. അതിനുശേഷം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ എത്ര രൂപയാണോ വിഡ്രോ ചെയ്യാൻ നൽകിയിട്ടുള്ളത് ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ 25% നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്നുള്ള 25% ബാലൻസ് ആയി കീപ് ചെയ്യുക. അത് മാത്രമല്ല പാൻ, ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ PF വിവരം അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വ്യാജ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഏജന്റുകളെയോ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് EPFOയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മാത്രം ലോഗിൻ ചെയ്ത് നിങ്ങൾ ഈ ഒരു പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ പണം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ PF പലിശ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവൻ തുകയും പിൻവലിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലൊരു പുതിയ നിയമം വന്നതുകൊണ്ട് നിരവധി ആളുകൾക്ക് കൂടുതൽ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. പണം അർജന്റായി ആവശ്യം വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ നമുക്ക് നമ്മളുടെ PF അക്കൗണ്ടിലെ പണം ഉപയോഗിക്കാനും സാധിക്കും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൊവിഡന്റ് ഫണ്ട്, അത് നമ്മുടെ സേവിങ്സിനായി നമ്മൾ മാറ്റി വെക്കുന്നതാണ്. നമുക്കറിയാം എല്ലാവർക്കും പലപ്പോഴും പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരും. പക്ഷേ ഈ ഒരു നിയമം വന്നു എന്നതിന്റെ പേരിൽ നിങ്ങളുടെ ഫുൾ സേവിങ്സും എടുത്ത് നിങ്ങൾ ഉപയോഗിക്കരുത്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷവും നിങ്ങളുടെ സേവിങ്സിനായി കുറച്ച് പണം മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മുകളിൽ ഞാൻ പറഞ്ഞു PF അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ 100% തുകയും വിഡ്രോ ചെയ്യാൻ സാധിക്കും. ആർക്കൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്താണ് പുതിയ നിയമം, എന്താണ് പഴയ നിയമം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇപ്പോൾ ക്ലിയർ ആയെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും സംശയം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെയും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബോസ്വാല, ബി ദ ബോസ്.